നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ചിലരുണ്ടാവാറുണ്ട്. നമ്മളെ നിരന്തരം വില കുറച്ച് നോക്കുന്നവരും കളിയാക്കുന്നവരുമായിട്ട്, അല്ലേ? അവർക്കൊരിക്കലും തന്നെ നമ്മളെ തകർക്കാൻ കഴിയില്ല. എങ്കിലും നമ്മളായിട്ട് തന്നെ പലപ്പോഴും നമ്മുടെ സ്വയവിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിൻ്റെ വില എന്താണെന്ന് അതിൻ്റെ ഉപയോഗം ഉറപ്പാക്കുന്നു. അത് എത്രത്തോളം ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നോ അത്രത്തോളം അതിന് മാറ്റുകൂടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വില ഉയർത്തുക. അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾക്ക് മാത്രമേ അറിയൂ നിങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്ന്. ഇങ്ങനെയുള്ളവർക്ക് മറുപടി ഒരിക്കലും ആവശ്യമില്ല. നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. അവർ കളിയാക്കുമ്പോഴും നീ സൈലൻ്റായി നിന്ന് നിൻ്റെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് തന്നെ ഏറ്റവും വലിയ മറുപടിയാണ്. സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് കേട്ടിട്ടില്ലേ? വിജയം നേടുക, അതിനേക്കാൾ ശക്തമായ പ്രതികരണം മറ്റൊന്നുമില്ല. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് ദൂരം പാലിക്കുക. ഓരോ ബന്ധവും നിലനിർത്തേണ്ടതായിട്ടുള്ള അത്യാവശ്യമൊന്നുമില്ല. ചിലർക്ക് നമ്മെ തകർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ ആളുകളിൽ നിന്ന് നിങ്ങൾ ദൂരം പാലിക്കുക എന്നുള്ളതാണ്. മനസ്സിനുള്ളിലെ ആന്തരിക ശക്തിയെ മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കുക. അത് നമ്മുടെ വളർച്ചയ്ക്കുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ്. നിന്റെ കഴിവുകൾ വളർത്തി പുതിയത് പഠിക്കുകയും സങ്കല്പങ്ങൾ എഴുതുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വളർന്നു വരുന്നു. ഒരാൾ പോലും നിന്നിൽ വിശ്വസിക്കാതെ പോവുകയാണെങ്കിലും നീ നിന്നിൽ വിശ്വസിക്കണം. അതാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അവഗണനയെ, അതായത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന വേദനയെ നിങ്ങൾ ശക്തിയാക്കി മാറ്റുക. നിനക്ക് നേരെ ആക്ഷേപം വരുന്നെങ്കിൽ അതിനെ പേടിക്കേണ്ട. അതെ, പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ ഉയരാൻ ശ്രമിക്കുക. They tried to bury me, but they didn't know I was a seed. നിനക്ക് മുന്നിൽ കുരുങ്ങി നിൽക്കുന്നവരാകട്ടെ പലരും. എന്നാൽ നീ നിന്റെ ദിശയും ദൗത്യവും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ വഴിയിൽ നിന്ന് മാറും. നിനക്കുള്ള യാത്ര നിനക്ക് മാത്രം. അവരുടെ പുച്ഛം അതിലിടപെടാനില്ല. നിനക്കു തന്നെ നീ കൈത്താങ്ങാവൂ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.